നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എവിടെ? കഴിഞ്ഞ കുറച്ചു ദിവസമായി തൃശൂരിൽ നിറയുന്ന ചോദ്യമാണിത്. മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പരോക്ഷമായി ചോദ്യമുന്നയിച്ചതും ഇതോട് ചേർത്ത് വായിക്കണം. ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. ബി.ജെ.പിയെയും സുരേഷ് ഗോപിയെയും പരിഹസിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരാതിയെന്ന് ബി.ജെ.പി വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ എം.പിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയും ഫോൺ ചെയ്തും അന്വേഷിച്ചിരുന്നുവെന്നാണ് ഗോകുൽ ഗുരുവായൂർ പറയുന്നത്. കെ.എസ്.യു തൃശൂർ ജില്ലാ അധ്യക്ഷനാണ് ഗോകുൽ. എം.പിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ച മറുപടി ഗോകുൽ വിശദീകരിച്ചു. തൃശൂരിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി വോട്ട് വിവാദം പുകയുകയാണ്. സുരേഷ് ഗോപിയുടെയും സഹോദരന്റെയും കുടുംബത്തിന്റെയും ഉൾപ്പെടെ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശൂരിൽ ചേർക്കുകയും ഫലം വന്ന ശേഷം ആ വിലാസത്തിലുള്ള വീട് ഒഴിഞ്ഞുപോയി എന്നുമാണ് പരാതി. സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള 11 വോട്ടുകളാണ് ചേർത്തത് എന്ന് കഴിഞ്ഞ ദിവസം ഡി.സി.സി അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിലും സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയതും മാതാവിന് കിരീടം സമ്മാനിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. ഇതെല്ലാം വോട്ട് തട്ടാനുള്ള മാർഗം മാത്രമായിരുന്നു എന്ന ചോദ്യമാണ് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത്. ഛത്തീസ്ഗഡിലെ വിഷയത്തിലും തൃശൂരിലെ വോട്ട് ചോർത്തൽ വിവാദത്തിലും പ്രതികരിക്കാത്ത സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു ദിവസമായി മണ്ഡലത്തിൽ വന്നിട്ടുമില്ല. ഇക്കാര്യങ്ങളാണ് ഗുരുവായൂർ ഈസ്റ്റ് പോലീസിന് പരാതി നൽകിയതിൽ പറയുന്നത്. സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലത്തിലും കുറെ നാളുകളായി ഒരു പരിപാടിയിലും സുരേഷ് ഗോപിയില്ല. എം.പിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചുമില്ല. എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. ഫോൺ ചെയ്ത ശേഷം വന്നാൽ മതി. എം.പി എവിടെയാണ് എന്നറിയില്ല. സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പോയതാണോ എന്നും അറിയില്ല തുടങ്ങിയ മറുപടികളാണ് ലഭിച്ചതെന്നും ഗോകുൽ പറയുന്നു. അതേസമയം നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയും ബന്ധുക്കളും താമസമില്ല എന്ന് അയൽവാസിയായ വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യവസായിയായ പ്രജിത്ത് എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ വീട്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ താമസമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ അസാന്നിധ്യവും വോട്ട് വിവാദവും കോൺഗ്രസും ഇടതുപക്ഷവും വലിയ ചർച്ചയാക്കുകയാണ്. സുരേഷ് ഗോപിയും കുടുംബവും അനിയന്റെ കുടുംബവും ഭരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് വോട്ട് ചേർത്തതെന്ന് ജോസഫ് ഡാജറ്റ് ആരോപണത്തിൽ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ബോംബെ കേന്ദ്രീകരിച്ച് കമ്പനിക്ക് കൊടുത്തെന്നും തൃശൂർ ഡി.സി.സി പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഭരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിൽ 1016 മുതൽ 1026 വരെയുള്ള 11 വോട്ടുകളാണ് സുരേഷ് ഗോപി ചേർത്തത്. ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട്. എന്നാൽ താമസക്കാരിവരല്ല. ഒരു തിരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത്. തിരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ചില വോട്ടർമാരിൽ പലരും പുറത്തു നിന്നുള്ള ആളുകളാണ് എന്നാണ് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 6 മാസമെങ്കിലും മണ്ഡലത്തിൽ സ്ഥിരതാമസമുണ്ടാവണം. എന്നാൽ അതല്ല ഇവിടെ നടന്നിരിക്കുന്നതെന്നും ഡി.സി.സി അധ്യക്ഷൻ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു. തൃശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തങ്ങളും പരാതി നൽകിയിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അപ്രത്യക്ഷമായെന്നും ആരോപണമുണ്ട്. സൈറ്റ് ബ്ലോക്ക് ചെയ്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ ഒളിച്ചുവെക്കാനാണോ എന്ന് സംശയിക്കുന്നുവെന്ന് VS സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ തിരഞ്ഞെടുപ്പില് പുറത്തുനിന്ന് ഒരുപാട് ആളുകളെ ബി.ജെ.പി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലോടെയാണ് തൃശൂരിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ ഉയർന്നിരിക്കുന്നത്.